നിങ്ങളുടെ ജീവിതം പതുക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാക്കുണ്ട്. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വല്ലാത്തൊരു മടുപ്പും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു വാക്ക്. നിങ്ങളുടെ എല്ലാ ലക്ഷ്യങ്ങളും ഭയങ്കര കടുപ്പമുള്ളതും ഒരിക്കലും നടക്കാത്തതുമാണെന്ന് നിങ്ങൾക്ക് തോന്നിപ്പിക്കുന്നതാണ് ആ ഒരൊറ്റ വാക്ക്. ആ വാക്കാണ് വേണം. ഷുഡ്. എനിക്ക് വ്യായാമം ചെയ്യണം, എനിക്ക് പഠിക്കണം, എനിക്ക് രാവിലെ നേരത്തെ എണീക്കണം, എനിക്ക് ഫോൺ നോക്കുന്നത് നിർത്തണം. ഈ വേണം എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ എന്ത് മാറ്റമാണ് വരുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ നാഡീവ്യവസ്ഥ, നെർവസ് സിസ്റ്റം ഇതിനെ കേൾക്കുന്നത് ഒരു വലിയ ബാധ്യതയായിട്ടാണ്, കടുത്ത സമ്മർദ്ദമായിട്ടാണ്, ഒരു ശിക്ഷയായിട്ടാണ്. എന്നാൽ ഒരൊറ്റ വാക്ക് നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് മാറ്റി പകരം മറ്റൊന്ന് വെച്ചാൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളോടുള്ള നിങ്ങളുടെ സമീപനം തന്നെ മൊത്തത്തിൽ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഏതൊരു കാര്യവും കഷ്ടപ്പെട്ട് നിർബന്ധിച്ച് ചെയ്യുന്നതിന് പകരം സ്വയം ഒരു സ്വാതന്ത്ര്യത്തോടെ അല്ലെങ്കിൽ ഡിസിപ്ലിനോടെ എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിന് ഭാഗമാക്കുന്നതിനെ കുറിച്ചുള്ള ഒരു കിടിലൻ സൈക്കോളജിക്കൽ ട്രിപ്പാണ് ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ചില ആളുകൾക്ക് മാത്രം എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യാൻ ഇത്രയധികം സ്വാഭാവികമായൊരു മോട്ടിവേഷൻ കിട്ടുന്നതെന്നും ബാക്കിയുള്ളവർ എന്തുകൊണ്ടാണ് ഈ വേണം എന്ന കെണിയിൽ തന്നെ കുടുങ്ങി കിടക്കുന്നതെന്നും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. വീഡിയോ മുഴുവനായിട്ടും കാണുക, കാരണം നിങ്ങളുടെ ചിന്താഗതിയിലുണ്ടാകുന്ന ഈ ഒരൊറ്റ മാറ്റം നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചേക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, ഞാൻ നാളെ മുതൽ വർക്കൗട്ട് ചെയ്യും എന്ന് സ്വയം പറയുമ്പോൾ തന്നെ ഉള്ളിലൊരു വല്ലാത്തൊരു മടുപ്പ് വരുന്നത് എന്തുകൊണ്ടാണെന്ന്? ഇവിടെയാണ് സയൻസ് വരുന്നത്. എനിക്കിത് ചെയ്യണം എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ നെർവസ് സിസ്റ്റം അതിനെ കാണുന്നത് ഒരു പോസിറ്റീവ് കാര്യമായിട്ടല്ല, പകരം ഒരു വലിയ ഭീഷണിയായിട്ടാണ്. നീ ഇപ്പോൾ തോറ്റുകൊണ്ടിരിക്കുകയാണ്, നിനക്ക് ഇപ്പോൾ ഒരു ശിക്ഷ വേണം, പണിഷ്മെൻറ്റ് വേണം എന്നാണ് നിങ്ങളുടെ ബ്രെയിൻ അവിടെ കേൾക്കുന്നത്. അതോടെ ആ കാര്യം ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ ശരീരം ഉള്ളിൽ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പ്രതിരോധം, റെസിസ്റ്റൻസ് കെട്ടിപ്പോക്കും. ഇതിനെയാണ് സൈക്കോളജിയിൽ ഷുഡ് ട്രാപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ തന്നെ കേട്ടോ, കോടിക്കണക്കിന് ആളുകളാണ് ദിവസവും ഇതിൽ വീഴുന്നത്. രാവിലെ കണ്ണുറക്കുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഉള്ളിലൊരു വല്ലാത്തൊരു കുറ്റബോധം, എനിക്കൊട്ടും മനസ്ഥാനതയില്ല അല്ലെങ്കിൽ വിൽ പവർ ഇല്ല, ഞാൻ ഒരു മടിയനാണ് എന്ന് കരുതി നിങ്ങൾ നിങ്ങളെ തന്നെ എപ്പോഴും ബ്ലെയിം ചെയ്യും. പക്ഷേ എൻ്റെ പിന്നിലെ ശരിക്കുള്ള സത്യം എന്താണെന്നറിയോ? ഇത് നിങ്ങളുടെ മനസ്ഥാനത്തിനൊന്നും കുറവല്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ഒരൊറ്റ വാക്ക് കാരണം നിങ്ങളുടെ നാഡീവ്യവസ്ഥ ആ ചിന്തയെ പൂർണ്ണമായി തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. നിങ്ങളൊരു മടിയനായതുകൊണ്ടല്ല കേട്ടോ സംഭവിക്കുന്നത്. നിങ്ങൾക്ക് ശരിക്കും താല്പര്യമുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് ഓടിച്ചെല്ലുന്നതിന് പകരം ഈ വലിയ ബാധ്യതയിൽ അല്ലെങ്കിൽ ഒബ്ലിഗേഷനിൽ നിന്ന് നിങ്ങളുടെ തലച്ചോറ് ജീവനും കൊണ്ട് ഓടി ഒളിക്കാൻ നോക്കുകയാണ് ചെയ്യുന്നത്. കോടികൾ കൊയ്യുന്ന ഈ വലിയ വലിയ കമ്പനികളില്ലേ, $1 ബില്യൺ കമ്പനീസ് പോലെ, അവിടെ ഒരൊറ്റ ലക്ഷ്യം എന്താണെന്നറിയോ? നിങ്ങളെപ്പോഴും ആ പഴയ എനിക്ക് ചെയ്യണം ഇത് ചെയ്യണം എന്ന ചിന്തയിൽ തന്നെ തളച്ചിടുക. കാരണം മനസ്സിൽ വല്ലാത്തൊരു ഭാരവും അല്ലെങ്കിൽ കുറ്റബോധമൊക്കെ വന്ന് നിങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് സുഖമായിട്ട് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ പറ്റും. അതോടെ നിങ്ങൾ ഫോൺ എടുക്കും, വെറുതെ സ്ക്രോൾ ചെയ്യും, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നാളത്തേക്ക് മാറ്റിവെക്കും. ആ ടെൻഷൻ മറക്കാൻ വേണ്ടി നിങ്ങൾ ഫോണിലേക്ക് തന്നെ നോക്കിയിരിക്കും. ഫോണിൽ വരുന്ന ഓരോ നോട്ടിഫിക്കേഷനും അതിന് പിന്നിലെ അൽഗോരിതംസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നിങ്ങളുടെ യഥാർത്ഥ ജീവിതത്തിലെ സന്തോഷങ്ങളേക്കാൾ കൂടുതൽ ഈ ഫോണിന് നിങ്ങളെ അടിമയാക്കാൻ വേണ്ടിയാണ്. നമ്മൾ പലരും ഇന്ന് ദിവസം 5 മണിക്കൂർ മുതൽ 7 മണിക്കൂർ വരെയാണ് വെറുതെ ഫോണിലേക്ക് നോക്കി തീർക്കുന്നത്. ചിലപ്പോൾ അതിൽ കൂടുതലുണ്ടാവും, ശരിയല്ലേ? നമ്മൾ ഉറങ്ങുന്ന സമയത്തേക്കാൾ കൂടുതലാണിത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അറിയോ? എപ്പോഴെങ്കിലും കിട്ടുന്ന ചില ചെറിയ സന്തോഷങ്ങൾക്ക് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് റിവാർഡ്സ് വരെ നിങ്ങളുടെ തലച്ചോറിനെ അവർ പൂർണ്ണമായി അടിമയാക്കി മാറ്റി. നിങ്ങൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ബ്രെയിനിലൊരു സുഖം തോന്നും, ഫോൺ മാറ്റി വയ്ക്കുമ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു ശൂന്യതയും വരും. പക്ഷേ ഇതിലൊരു വലിയ ട്വിസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഞാനത് ചെയ്യേണ്ടതായിരുന്നു എന്ന കുറ്റബോധത്തിൽ കിടക്കുമ്പോൾ മാത്രമേ ഈ കമ്പനികൾക്ക് നിങ്ങളെ പൂട്ടാൻ പറ്റൂ. എനിക്ക് കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആണ് എന്ന ചിന്ത അങ്ങ് വിട്ടിട്ട് എനിക്ക് സത്യത്തിൽ ഇപ്പോൾ എന്ത് ചെയ്യാനാണ് താല്പര്യമെന്ന് നിങ്ങൾ സ്വയം ചോദിക്കുന്ന ആ ഒരു കറക്റ്റ് സെക്കൻഡില്ലേ, അവിടെ വെച്ച് അവരുടെ ആ കളി തീരും. ആ ഒരു നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതം കംപ്ലീറ്റ് ആയിട്ട് മാറാൻ തുടങ്ങും. നിങ്ങളിനി ഏത് കാര്യം ചെയ്യാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഒരൊറ്റ ചോദ്യം മാത്രം സ്വയം ചോദിക്കുക, ഇത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യുക? ചെയ്യുന്ന സമയത്തുള്ള കാര്യമല്ല കേട്ടോ, അത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി 1 മണിക്കൂർ കൂടി വെറുതെ ഫോൺ സ്ക്രോൾ ചെയ്താലും എനിക്ക് എന്തായിരിക്കും തോന്നുക? വല്ലാത്തൊരു കുറ്റബോധവും പശ്ചാത്താപവും ഒക്കെ. അതേസമയം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഒന്ന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് എന്തായിരിക്കും തോന്നുക? നല്ലൊരു എനർജിയും ഭയങ്കര ഉന്മേഷവും, എന്നോട് തന്നെ ഒരു ബഹുമാനമൊക്കെ തോന്നും. പുതുതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാലോ നല്ലൊരു ആത്മവിശ്വാസം, ഭയങ്കര സന്തോഷം തോന്നും. നിങ്ങളുടെ മനസ്സിൽ എല്ലാ കൺഫ്യൂഷനും ഇങ്ങനെ വെട്ടി മാറ്റാൻ ഒരു ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതി. ജീവിതത്തിൽ വിജയിച്ച ആളുകൾക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഡിസിപ്ലിൻ ഉള്ളതുകൊണ്ടൊന്നല്ല അവർ ജയിക്കുന്നത്. അവർക്ക് കാര്യങ്ങളിൽ നല്ലൊരു വ്യക്തത ഉണ്ട്, ക്ലാരിറ്റി ഉണ്ട്, അത്രമാത്രം. ഏതൊക്കെ കാര്യങ്ങൾ ചെയ്താൽ മനസ്സിന് സംതൃപ്തി കിട്ടുമെന്നും ഏതൊക്കെ കാര്യങ്ങൾ ചെയ്താൽ പിന്നീട് പണി കിട്ടുമെന്നും അവർക്ക് കൃത്യമായിട്ട് അറിയാം. ആ ഒരു വ്യക്തത ഉള്ളതുകൊണ്ട് തന്നെ പിന്നീട് എന്ത് ചെയ്യണമെന്ന തീരുമാനം അവർക്ക് വളരെ സിമ്പിളായിട്ട് മാറും. ഇത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എന്നോട് തന്നെ വലിയൊരു ബഹുമാനം തോന്നുമെന്ന് നിങ്ങൾക്ക് 100% ഉറപ്പായിട്ട് അറിയാമെങ്കിൽ അത് ചെയ്യാനും നിങ്ങൾ പുറത്തുനിന്നുള്ള ഒരു മോട്ടിവേഷൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടത് ആ ഒരൊറ്റ വ്യക്തതയാണ്.
ആ വ്യക്തത കിട്ടണമെങ്കിൽ നിങ്ങൾ സ്വയം ഈ പറഞ്ഞ ചോദ്യം ചോദിച്ചു തുടങ്ങണം. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു മൈൻഡ് സെറ്റ് മാറ്റാൻ പറ്റിയ ഒരു കിഡിലൻ സൈക്കോളജിക്കൽ ട്രിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഇനി മുതൽ എനിക്ക് നാളെ വർക്കൗട്ട് ചെയ്യണമെന്ന് സ്വയം പറഞ്ഞ് വെറുതെ ഭാരം കൂട്ടരുത്. പകരം എനിക്ക് നല്ല എനർജി വേണം എന്ന് പറഞ്ഞു തുടങ്ങുക. എനിക്ക് നാളെ മുതൽ വായിക്കണമെന്ന് പറയുന്നതിന് പകരം എനിക്ക് ജീവിതത്തിൽ കുറച്ചും കൂടി വളരണമെന്ന് പറയുക. എനിക്ക് നാളെ രാവിലെ നേരത്തെ എഴുന്നേൽക്കണം എന്ന് പറഞ്ഞ് വെറുതെ തല പോയിക്കരുത്. പകരം എനിക്ക് മനസ്സിന് നല്ല സമാധാനം വേണം എന്ന് പറയുക. ചെയ്യുന്ന കാര്യം ഒന്ന് തന്നെയാണ്, പക്ഷെ നമ്മളതിൽ കൊടുക്കുന്ന അർത്ഥം അവിടെ കംപ്ലീറ്റ് ആയിട്ട് മാറുകയാണ്. ചെയ്യുന്ന കാര്യത്തിന് ശേഷം നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യണം എന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ നെർവസ് സിസ്റ്റം അതിനോട് വെറുതെ വാശി കാണിക്കുന്നത് തനിയെ നിർത്തും. ഒരു വലിയ ബാധ്യതയോ ശിക്ഷയോ പേടിച്ചല്ല നിങ്ങൾ പിന്നെ അത് ചെയ്യുന്നത്. പകരം അതിലൂടെ കിട്ടുന്ന വലിയൊരു സന്തോഷത്തിന് വേണ്ടിയാണ് നിങ്ങളിത് ചെയ്യാൻ ഓടിയെത്തുന്നത്. അപ്പോഴാണ് കഷ്ടപ്പെട്ട് ചെയ്യേണ്ടി വന്നിരുന്ന ആ ഒരു ഡിസിപ്ലിൻ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ തനിയെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നത്. ഓരോ ദിവസവും നമ്മൾ 2 കാര്യങ്ങളിൽ ഒന്നാണ് തിരഞ്ഞെടുക്കുന്നത്. ഒന്നുകിൽ ഇപ്പോഴത്തെ ആ താൽക്കാലിക സുഖം, അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിലെ ആ വലിയ സന്തോഷം. ആ ഒരൊറ്റ സെലക്ഷൻ ആയിരക്കണക്കിന് തവണ നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ലൈഫ് ഇങ്ങനെയൊക്കെ ആയി മാറുന്നത്. പക്ഷേ ഇതിലൊരു നല്ല വാർത്തയുണ്ട്. ഈ സെക്കൻഡ് മുതൽ നിങ്ങൾക്ക് വേറെ ഇതിൽ ചിന്തിക്കാൻ തുടങ്ങാം. ഞാൻ ഇപ്പോൾ കഷ്ടപ്പെട്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് കൂട്ടുന്നതിന് പകരം എനിക്ക് സത്യത ഇപ്പോൾ എന്ത് ഫീൽ ചെയ്യണം എന്ന് നിങ്ങൾക്ക് സ്വയം ചോദിച്ചു തുടങ്ങാം. ആ ഒരൊറ്റ ചിന്താഗതി മതി നിങ്ങളുടെ ജീവിതം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിമറിക്കാൻ. ഒരു മിനിറ്റിലേക്ക് മാത്രം സുഖം തരുന്ന കാര്യങ്ങളും ജീവിതകാലം മുഴുവൻ നല്ലൊരു മനസ്സമ്മാനം തരുന്ന കാര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം വളരെ സിമ്പിളായിട്ട് മാറും. അതുകൊണ്ട് ഈ ആഴ്ച നിങ്ങൾ ചെയ്യേണ്ട ഒരു സിമ്പിൾ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാനിത് ചെയ്യേണ്ടതായിരുന്നു എന്ന് കരുതി ഉള്ളിൽ ആ മടി കാരണം നിങ്ങൾ മാറ്റിവെച്ച ഏതെങ്കിലും ഒരൊറ്റ ശീലം മാത്രം ഇപ്പോൾ മൈൻഡിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് വെറുതെ കുറ്റബോധം വെച്ച് ചെയ്യാൻ സ്വയം നിർബന്ധിക്കുന്നതിന് പകരം കറക്റ്റായിട്ട് ഒന്ന് ചോദിക്കുക, എനിക്ക് ശരിക്കും ഇത് എന്തിനാണ് ചെയ്യേണ്ടത്? ഇത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യുക? അതിന് യഥാർത്ഥ കാരണമായി നിങ്ങളുടെ മൈൻഡിനെ കണക്ട് ചെയ്യുക. അത് തരുന്ന ആ ഒരു റിയൽ സന്തോഷത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. എന്നിട്ട് ആ കാര്യം ചെയ്യാനെങ്കിൽ തീരുമാനിക്കുക. ആരും നിർബന്ധിച്ചുകൊണ്ടോ ബാധ്യത ആയതുകൊണ്ടോ ഒന്നുമല്ല, നിങ്ങൾക്കത് ചെയ്യാൻ തോന്നിയത് കൊണ്ട് മാത്രം. ആ ഒരു കാര്യം എന്താണെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഈ വീഡിയോ നിങ്ങൾക്ക് ശരിക്കും ഉപകാരപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. ഈ വീഡിയോ കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.